1989 ലഹരി വിരുദ്ധ പോരാട്ടത്തിന് തുടക്കം കുറിച്ച ഒരു ധീര വനിത അല്ലെങ്കിൽ ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു വനിതയാണ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റാണ് നമ്മുടെ കൂടെയുള്ളത്. ഗീത മാമിൻ റെസ്പോൺസ് ചെയ്യുന്നതിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യമേ തന്നെ ഒരുപാട് കേട്ടുമെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ഞാനും അതിലേക്ക് തന്നെ തുടങ്ങുകയാണ്. 1989 ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മാം പലയിടത്തും പറഞ്ഞിരിക്കുന്നത് ഒരു സഹപാഠിക്ക് ഉണ്ടായ ദുരനുഭവം എന്നാണ്. ആ സഹപാഠിക്ക് എന്താണ് ഉണ്ടായത് എന്ന് മാം ഒന്ന് 2 വരിയില്, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാമിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ 2 വരിയാണെങ്കിലും. സഹപാഠിക്ക് ഉണ്ടായതെന്ന് പറയുമ്പോൾ അത് 89 നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനു മുമ്പ് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. അതായത് ഈ സംഭവം നടക്കുന്നത് എൻ്റെ ഒരു ടീനേജിലാണ്. ഞാൻ ഈ പറയുന്ന ഈ കുട്ടിയുടെ കാര്യം പറയുന്നത്. അത് ആ കുട്ടി ബീന ഫോറിൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഫോറിനിൽ പഠിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇത് അതുകൊണ്ട് തന്നെ എന്തോ ഫോറിൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാരുമായിട്ട് കുട്ടിക്ക് ബന്ധമുണ്ടായിരുന്നു. അവരുടെ ഗ്രൂപ്പിൽ പെട്ടാണ്. അന്നൊന്നും ഇത്രയും വിപുലമായിട്ട് നമ്മളുടെ ഇടയിൽ ഡ്രഗ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു സ്വഭാവ രീതിയായിട്ടാണ് അത് വന്നിരുന്നത്. ആ കുട്ടി ആ ഗ്രൂപ്പിൽ പെടുകയും ഒരു യങ് ഗേൾ, ഒരു ടീനേജർ എന്ന് പറയുമ്പോൾ ഊഹിക്കാവല്ലോ, ഞങ്ങളുടെ ജനറേഷനൊക്കെ അത്രയ്ക്കുള്ള എക്സ്പോഷറേ ഉള്ളൂ. She was, taken to many guys and her life really got into a very wrong track. ആ ഒരു സാഹചര്യം ലേറ്റർ ഓൺ തിരിച്ചറിഞ്ഞപ്പോ ആ കുട്ടിയുടെ ട്രോമയും അത് കടന്നുപോയ ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളും തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്ത വിഷമമാണ് തോന്നിയത്. സിമിലർ ഏജിൽ നിന്ന് എനിക്ക് പിന്നെ എന്ത് പറയാനാണ്, എന്ത് പ്രതികരിക്കാനാണ്, അതൊന്നും അറിയൂല്ല. കമ്പനി അതെ 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 ആ കുട്ടി വിട്ടു നിൽക്കും, നമ്മളുടെ അടുത്ത് വരില്ല തന്നെ. അല്ല, എന്തോ വിഷമം മറയ്ക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആരോടും ആ കുട്ടിക്കും ശരിക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത് ആ കുട്ടിയുടെ പേരൻസും ഇന്ത്യയിൽ ഇല്ല ആ സമയത്ത്. അപ്പൊ കുറച്ച് നമ്മളിങ്ങനെ കുറച്ച് ചകഞ്ഞ് ചോദിക്കാന്ന് പറയുമല്ലോ, അങ്ങനെ ചോദിക്കുമ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായതും അതിന്റെ ഒരു വ്യാപ്തി നമുക്ക് പിടുത്തം കിട്ടിയത്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഏജിൽ നിന്നുകൊണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ പോലും സ്വാഭാവികമായിട്ട് എന്തായിരിക്കും പേരൻസ് പറയാ? ഇതിന്റെ ആവശ്യമില്ല, ഇതിനകത്ത് പോയി തലയിടേണ്ട കാര്യമില്ല, നിന്റെ പഠിത്തം നോക്കി നിന്റെ കാര്യം നോക്കി നിൽക്ക്. അത് വില നിർത്തിയേണ്ടി പറയാം, ആ കൂട്ടുകെട്ട് തന്നെ അങ്ങ് മതിയാക്കെന്ന് പറയും. ആ ഒരു കാലഘട്ടത്തിന്റെ തോട്ട് അങ്ങനെയാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് പ്രൊഫഷണൽ കോളേജിലെ പഠിത്തമായിട്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ സിമിലർ സിനാരിയോ, ഇത് തന്നെ എന്ന് പറയാൻ പറ്റില്ല, കുട്ടികളുടെ ഡ്രഗ്സ് എന്നുള്ള സിറ്റുവേഷനൊക്കെ വന്നത്. അപ്പൊ കുറച്ചുകൂടെ ഒരു ഏജന്റ് ആയിട്ടുള്ള കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നു. ഒരു പ്രൊഫഷണൽ കോളേജ് ക്യാമ്പസിന് കിട്ടുന്ന ഒരു മോറൽ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് നമ്മളിതൊരു സംഘടന എന്നുള്ള തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു അവസ്ഥ വന്നത്. അങ്ങനെ പയ്യെ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ ഒക്കെ സപ്പോർട്ടും കുറച്ചുകൂടെ കിട്ടി. അന്ന് സോഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരു കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് സേഫ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വി ഫോംഡ് സുഡർ എന്ന് പറയുന്ന ഒരു സംഘടനയായിട്ട് രൂപപ്പെടുത്തി അതിന്റെ പ്രവർത്തനങ്ങൾ ഫർദർ ചെയ്യുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതൊരു ജോണി വാക്കർ എന്ന് പറഞ്ഞൊരു സിനിമയില് ഇതേ ഒരു രംഗം കാണിക്കുന്നുണ്ട്. കുട്ടിക്ക് ഐസ്ക്രീമിലും കലർത്തി കൊടുക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് അവർക്കത് കൊടുക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ ഒറ്റയ്ക്ക് ആ ഐസ്ക്രീം പാകളിൽ പോലെ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇവർക്ക് ആ രുചി കിട്ടുന്നില്ല. ആ ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ അവസ്ഥ തന്നെ ആയിരിക്കുമോ പലതരത്തിലും ലഹരി അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ഉണ്ടാവുക. ഞാൻ കണ്ടെടുത്തോളം കേസുകളിൽ ഈ ലഹരിയുടെ കാര്യം എങ്ങനെയാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞ് ഇതിലോട്ട് പോകുന്നത് അപൂർവ സാഹചര്യങ്ങളാണ് തോന്നുന്നത്. വെരി റെയർ. അതായത് ഒരാള് ഞാൻ നശിച്ചേ തീരൂ എന്ന് പറഞ്ഞ് അതിനുള്ള മാർഗങ്ങൾ തിരയുമ്പം എടുക്കുന്ന ഒരു ഓപ്ഷനാണിത്. അതും അത്ര വേഗം നടപടിയാവൂല. കാരണം ഇറ്റ്സ് നോട്ട് അവൈലബിൾ. ഞാൻ ഇന്ന് തീരുമാനിക്കുകയാണ് ഐ വോണ്ട് കൺസ്യൂം ഡ്രഗ്സ്, ഞാൻ എന്നെ അങ്ങ് നശിപ്പിക്കാൻ പോവാ, ആരോടുള്ള എന്റെ വൈരാഗ്യം തീർക്കാനായിട്ട് എന്റെ ജീവിതം അങ്ങ് നശിപ്പിക്കുകയാണ് എന്ന് തീരുമാനിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ. എന്റെ അടുത്ത് 1 ലക്ഷം രൂപ എടുത്തു വെച്ചാൽ ഞാനത് മേടിക്കണം എന്ന് വിചാരിച്ചാൽ എവിടെ കിട്ടും എന്നുള്ളത് എനിക്ക് അറിയില്ല. അത് നിയമപരമായിട്ട് അവൈലബിൾ അല്ലല്ലോ. അപ്പൊ മദ്യം വേണമെങ്കിൽ ഐ ക്യാൻ വാക്ക് ഇൻ ടു എ ഷോപ്പ് ആൻഡ് ഗെറ്റ് ഇറ്റ്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പോലും എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷെ ഡ്രഗ്സ് കിട്ടാത്തത് കൊണ്ട് ദിസ് ഓൾവേസ് ഹാപ്പൻസ് വിത്ത് കണക്റ്റഡ് ഗ്രൂപ്പ്സ്. ഇതിന്റെ പെഡലേഴ്സുമായിട്ട് ബന്ധമുള്ള ഒരാള് ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡിറ്റർമിൻഡ് ആയിട്ട് ഐ വോണ്ട് ബിക്കം എ ഡ്രഗ് അഡിക്ട് എന്ന് വിചാരിച്ച് അതിലോട്ട് ചെന്ന് ചാടല് ഇച്ചിരി പാടാം. അത്ര എളുപ്പമല്ല. അതിന് എവിടെയെങ്കിലും ഒരു ലിങ്ക് കിട്ടണം എനിക്ക്. അല്ലെങ്കിൽ അത് അത്രയും ഒരു അലമ്പ് കൂട്ടുകെട്ട് എനിക്ക് ഉണ്ടായിരിക്കണം. അവിടെ ഞാൻ പറയണം എനിക്ക് ഡ്രഗ് കൺസ്യൂം ചെയ്യണം എന്ന് പറയണം. ആൻഡ് ദേ വിൽ ഹാവ് സച്ച് കോൺടാക്ട്സ്, ദേ വിൽ കണക്ട് യു. അങ്ങനെ പോയി പോകുന്നതാണ്. അല്ലാത്ത പക്ഷം 90% ഞാൻ ഇതുവരെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസുകൾ വെച്ച് നോക്കുമ്പോൾ കാണുന്നത് ദേ ബീൻ ട്രാപ്ഡ് ഇൻ ടു.
പല രീതിയിൽ ചിലപ്പോൾ മോഹന വാഗ്ദാനങ്ങളായിരിക്കാം. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ ബന്ധങ്ങളിൽ കൂടി ചെന്ന് ചാടുന്നതാണ്. അത് ഫ്രണ്ട്ഷിപ്പ് ആകാം, അല്ലെങ്കിൽ പ്രേമം എന്നുള്ള ധാരണയുള്ള ബന്ധങ്ങളാവാം. ആൺകുട്ടികളാണെങ്കിൽ പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ പെൺകുട്ടിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ആ പ്രേമത്തിന്റെ ഒരു വാമത്തിൽ നിൽക്കുമ്പോൾ പറയുന്നതെല്ലാം ശരിയാണ്. അങ്ങേ തലക്കിൽ നിൽക്കുന്ന ആള് പറയുന്നതെല്ലാം ന്യായീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. പക്ഷെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമെങ്കിലും ദേ ആർ നോട്ട് ഈവൻ എ കൺസ്യൂമർ എന്നുള്ള അവസ്ഥയിൽ പോലും പണം ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണത്. ചിലപ്പോഴെങ്കിലും അവരെ പ്രലോഭിപ്പിക്കുന്ന കാരണം അതായിരിക്കാം. നിനക്ക് ഈ ഗിഫ്റ്റ് തരാം. ചിലപ്പോൾ ഹൈ എൻഡ് ഫോൺസ് ആയിരിക്കും. അവർക്ക് അഫോർഡബിൾ അല്ലാത്ത ഏജിലോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലോ ഉള്ള കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു കോസ്റ്റ്ലി സാധനം കിട്ടുന്നതായിരിക്കാം. ചിലർക്ക് ബൈക്കായിരിക്കാം. അപ്പൊ ആ വ്യക്തിയെ അടുത്തറിയുന്ന ഒരു വ്യക്തി വഴിയേ ഈ ഓപ്പറേഷൻസ് മുഴുവൻ നടക്കുള്ളൂ. ഇറ്റ് നെവർ ഹാപ്പൻസ് മറ്റൊരു കാര്യം പോലെ ഒരു ബോർഡ് കണ്ടിട്ട് ഞാൻ പോയി മേടിക്കുക, അല്ലെങ്കിൽ എനിക്കൊരു താല്പര്യമുണ്ട് ഞാൻ തപ്പിപ്പോയി മേടിക്കുക, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എനിക്ക് തോന്നുന്നില്ല ഓൺലൈനിൽ ഇന്നേ കാലത്ത് ഏത് തപ്പിയാലും കിട്ടുമെന്ന് പറയുന്നിടത്ത് ഇതുപോലും തപ്പിയാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. വേറെ ഇറ്റ്സ് അവൈലബിൾ എന്നുള്ളത് കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ യു നീഡ് ടു ബി കണക്റ്റഡ് ടു എ പേഴ്സൺ ഹൂ ഈസ് ഓൾറെഡി ഇൻ ടു ഇറ്റ്. ഒന്നുകിൽ അത് കൺസ്യൂമറിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സപ്ലയർ ആയിരിക്കും, ഒരു പെഡലർ ആയിരിക്കും. അങ്ങനെ ഇതിനകത്ത് ചെന്ന് ചാടുള്ളൂ. ഈ 2 ഫാക്ടറാണ് നിൽക്കുന്നത്, പണം അല്ലെങ്കിൽ മെറ്റീരിയൽ ബെനിഫിറ്റ്. സ്ത്രീകൾ പണത്തിന് വേണ്ടി പോകുന്നവരിപ്പോ ധാരാളം ഉണ്ട്, അങ്ങനെ ചെയ്യുന്നവർ ധാരാളം ഉണ്ട്. മറ്റു പല കാര്യങ്ങളിലും തെറ്റ് ചെയ്യുന്ന പോലെ ഇക്കാര്യത്തിലും അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സിന് വേണ്ടി പെൺകുട്ടികളെ തന്നെ ഇങ്ങനത്തെ ഒരു ട്രാപ്പിൽ കൊണ്ടുവന്ന് പെടുത്തുന്ന സ്ത്രീകളും ഉണ്ട്. അതിനുള്ള മീഡിയേറ്റേഴ്സും ധാരാളം ഉണ്ട്. പ്രോബബ്ലി അവർ കാണുന്ന ഒരു അട്രാക്ഷൻ ഒരു സ്ത്രീയെ പെട്ടെന്ന് ആരും സംശയിക്കില്ല എന്നുള്ളതായിരിക്കും. തീർച്ചയായിട്ടും അത് മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഒരു മാന്യമായി ഡ്രസ് ചെയ്ത് ഒരു വ്യക്തി വരികയാണെങ്കിൽ പ്രോബബ്ലി ചാൻസ് ഒരു കമ്പാരിറ്റീവ്ലി ഒരു ആണിനെ സംശയിക്കുന്നതിനേക്കാളും ലെസ് പെർസെന്റേജ് നമ്മൾ ആ സ്ത്രീയെ സംശയിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ പ്ലസ് പോയിന്റ് ഫോർ ദം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ ഇടപെടാനായിട്ട്. ചെക്ക് ചെയ്യുന്നതാണെങ്കിലും എനിക്ക് തോന്നുന്നു സ്ത്രീകൾ തന്നെ സഞ്ചരിക്കുന്ന വണ്ടികൾ ചെക്ക് ചെയ്യൽ കുറവായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കണ്ട ഒരു ന്യൂസാണ് ആംബുലൻസ്. അതിന്റെ ഉള്ളില് ഈ ഡ്രഗ്സ് ലഹരിയാണ്, അറിയപ്പെടാത്ത പേരിലുള്ള ലഹരി പോലും അതിലുണ്ട്. ലഹരി വേട്ടയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആംബുലൻസ് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ശരാശരി അതിന്റെ സൈറൻ പെട്ടെന്ന് കാണണ്ട, സൈറൻ പോലും നമ്മൾ ഒതുങ്ങി. നമ്മുടെ മനസ്സിൽ ജീവനാണ് അതിലൂടെ ഇരിക്കുന്നത്. ആ ജീവൻ രക്ഷിക്കട്ടെ. നമ്മൾ മനസ്സറിഞ്ഞ ചിലർ പ്രാർത്ഥിക്കും, വിശ്വാസികൾ പ്രാർത്ഥിക്കും, വിശ്വാസികൾ പ്രാർത്ഥിക്കില്ല, എന്നാലും മാറിക്കൊടുക്കും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നിലൂടെ ഒരു ആംബുലൻസ് പാസ് ചെയ്ത് പോയിക്കും. ഇപ്പൊ നമുക്ക് തന്നെ സംശയം വരും, ഇത് ശരിക്കും രോഗികളാണോ അതോ ഡ്രഗ്സിന്റെ ഒരു വാഹിനിയാണോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ പൊതുമുതൽ മാം കുറച്ചു മുമ്പ് പറഞ്ഞ വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്ന ഒരു വുമൺസിന് അഡ്രസ് ചെയ്ത് സംശയിക്കാത്ത രീതി പോലെ തന്നെ ഈ പൊതുമുതലും ഇതിനുവേണ്ടി യൂസ് ആക്കുന്നു എന്നല്ലേ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായിട്ടും അത് അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോ പല കള്ളക്കടത്ത് കാര്യങ്ങളിൽ ന്യൂസിലൊക്കെ കാണുന്നില്ലേ, സ്വർണം കടത്തി എന്നൊക്കെ പറയുന്ന പോലെ കൈക്കുഞ്ഞിനെ ജസ്റ്റ് ബോൺ ബേബി നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യം. ഒരു പ്രഗ്നന്റ് ലേഡി വരിക, പ്രായമുള്ള വ്യക്തി വരിക, ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്ത ഒരു അമ്മ വരിക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ബഹുമാനപൂർവ്വം ഒരു സീറ്റിൽ ഇരിക്കുന്നിടത്ത് എണീറ്റ് കൊടുക്കും. ഒരു ഡോക്ടർ കൺസൾട്ടേഷനിൽ നിൽക്കുകയാണെങ്കിൽ പോലും സീറ്റില്ലെങ്കിൽ അവരിരുന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എണീറ്റ് കൊടുക്കും എന്ന് പറഞ്ഞ ആ ഒരു പ്രയോറിറ്റി അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. വി ട്രീറ്റ് ദം വിത്ത് ദാറ്റ് സോർട്ട് ഓഫ് കൺസേൺ. ഇത് പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഒരു നിറഗർഭിണിയുടെ വയറ്റത്ത് വെച്ച് ഒരു കാറിനകത്ത് ഇപ്പൊ അത് നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് ഒരു കാറ് ട്രാവൽ ചെയ്യുകയാണ്. അപ്പൊ അത് ഇന്നതാണ് ക്യാരി ചെയ്യുന്നതെന്ന് ആർക്കാ സംശയം തോന്നുന്നത്? നമ്മൾ സംശയിക്കൂല, നോക്കത്തുമില്ല. ഇനി അഥവാ ഞാനൊരു പോലീസ് ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാരണവശാൽ ആ കാറ് നിർത്തിയാൽ പോലും ആ കാറ് ചെക്ക് ചെയ്താലും കിട്ടത്തില്ല. മാത്രമല്ല ഈ ഇത്രയും നിറവയറോടെ നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണുമ്പം അത് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയതല്ല. ഒറിജിനലി പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി അവരുടെ അടിവസ്ത്രത്തിനകത്തോ അല്ലെങ്കിൽ വയറിന് താഴെയുള്ള ആ ഒരു ലെയറിലോ ഒക്കെ പാക്ക് ചെയ്ത് ഈ സാധനം കൊണ്ടുപോയാൽ ഹൂസ് ഗോയിങ് ടു ഹാവ് എ സസ്പിഷൻ ഓൺ ഇറ്റ്? എല്ലാരും അതിനെ വന്നിട്ട് അയ്യോ എന്നാ വേഗം പൊക്കോ, എങ്ങോട്ടാ, ഹോസ്പിറ്റലിലോട്ട് പോവാ. ആരെങ്കിലും സെർച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അവരെ അഡ്രസ് ചെയ്യുന്നത് അത് നിറഗർഭിണിയാണ്. തീർച്ചയായിട്ടും ഉടനെ നമ്മളുടെ മനുഷ്യാവകാശം അത്യാവശ്യമാണ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചിലപ്പോഴെങ്കിലും ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ലൈക്ക് ഏത് നിയമവും മിസ്യൂസ് ചെയ്യപ്പെടുന്ന പോലെ ഇത് മിസ്യൂസ് ചെയ്യപ്പെട്ട് പലപ്പോഴും വന്നിട്ട് ചോദ്യം ചെയ്ത് സത്യം തെളിഞ്ഞു വരാൻ സമയമെടുക്കും. അതങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു. അതെ അതൊരു ക്രൈം മറയ്ക്കാനും നടക്കുന്നുണ്ട്, ഒരു ക്രൈം നടക്കുന്നിടത്തും ഇത് ഉണ്ട്. 2 സ്ഥലത്തും ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന കറക്ഷൻസ് ആണ് അതൊക്കെ. പിന്നെ പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തെറ്റ് ചെയ്യുന്നത് നമ്മള്
ഒഴിവാക്കുന്നെങ്കിൽ അത് നമ്മൾ ആരോടും കാണിക്കുന്ന കാരുണ്യമല്ല, അതെ, നമ്മുടെ വ്യക്തിത്വത്തോടും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തോടും അൾട്ടിമേറ്റ്ലി നമ്മുടെ രാജ്യത്തോടും കാണിക്കുന്ന ബഹുമാനമാണത്. അതെ, അതെ. അത് പൊതുജനം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഓരോ വ്യക്തിയും ബെറ്റർ ആകുമ്പോൾ സമൂഹം തന്നെ ബെറ്റർ ആകും. അല്ലെ, എന്നെ ആരെങ്കിലും ഒരു തോക്ക് ചൂണ്ടി തിരുത്താൻ ശ്രമിച്ചാലേ ഞാൻ നന്നാവുള്ളൂ എന്ന് ഓരോരുത്തരും തീരുമാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചില കുറ്റകൃത്യങ്ങൾ കാണുമ്പോഴത്തേക്കും പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചിട്ടുണ്ട്, ചില രാഷ്ട്രങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട് തൂക്കിക്കൊല്ലും, പബ്ലിക്കായിട്ട് തലവെട്ടി കളയും എന്നൊക്കെ. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷാ നടപടികളിലൂടെ നടത്തി കഴിഞ്ഞാൽ ഇവരൊക്കെ ഇത് ചെയ്യുന്നത് നിർത്തുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അതൊരു പരിധി വരെ ശരിയായിരിക്കാം. നമ്മുടെ രാജ്യത്തെ നടപടികൾ നിർത്തിയില്ല, കാര്യം നമ്മളൊരു അങ്ങനെയുള്ള ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ നടപടിയാണ് നിർത്തിയില്ല. അപ്പൊ ഒരു ബെറ്റർ ആയിട്ട് നമുക്ക് ചിന്തിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും അത് ചിന്തിച്ചാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് തോന്നുന്ന ഒരു പെട്ടെന്നൊരു പ്രവൃത്തി ഇവിടെ ഇരിക്കുന്ന ജനങ്ങളെല്ലാം അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമോ? ഉള്ളവര് ചിന്തിക്കാൻ ശ്രമിക്കാം, പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം കറക്റ്റ് ചെയ്യണം. നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വരുന്ന പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അവരെ എന്തൊക്കെയോ കുറെ കണ്ടന്റ് പഠിപ്പിച്ച് എവിടെയോ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ. പക്ഷെ ഒരു നല്ല വ്യക്തിയായിട്ട് വാർത്തെടുക്കാൻ എത്ര പേര് ശ്രമിക്കുന്നുണ്ട്, എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മളുടെ ഈ വിദ്യാഭ്യാസ രംഗത്തെ ആ സിസ്റ്റം അവര് അനുശാസിക്കുന്ന കുറെ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ലേ? എങ്ങനെ ഒരു നല്ല വ്യക്തി ആയിരിക്കണം, എങ്ങനെ ഒരു നല്ല കുട്ടിയായിരിക്കണം, എങ്ങനെ ഒരു നല്ല ഭാവി പൗരനാകാം, ആ രാജ്യസ്നേഹം എങ്ങനെ എടുക്കാം, ഹൗ ക്യാൻ ഐ കോൺട്രിബ്യൂട്ട് ബെറ്റർ മൈ സെൽഫ് ടു ദ സൊസൈറ്റി ആൻഡ് ടു മൈ ഓൺ ഹോം. എന്റെ ഹോം തന്നെ നന്നാക്കി കഴിയുമ്പോൾ തന്നെ 10 ഹോം ആകുന്നതാണല്ലോ ഒരു സൊസൈറ്റി. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ തന്നെ നാളെ പേരൻസിനെ കറക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. നമ്മൾ സാധാരണ ഇപ്പൊ നമ്മളുടെ പൊതുസ്ഥലങ്ങള് കുറച്ച് ജനം പോയി വൈകുന്നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ എടുക്കുന്ന ഒരു സ്ഥലമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹൈക്കോർട്ടിന്റെ അവിടുത്തെ ആ ഒരു വാക്ക് വേ ഉണ്ടല്ലോ, അവിടെ ഞാൻ പലപ്പോഴും പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, 2 ഇൻസിഡന്റ് ഞാൻ കണ്ടതുപോലെ ഇന്റർഫെയർ ചെയ്തു. ഒന്ന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു, ഒന്ന് ഞാൻ തന്നെ വഴക്കുണ്ടാക്കി. 2 ഇൻസിഡന്റ് ഞാൻ പറയാം. അപ്രീഷിയേറ്റ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലിന്ന് ആ സ്ഥലത്ത് കുറെ ഈറ്റബിൾസ് കിട്ടും, ഐസ്ക്രീം, കടല, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. അവിടെ തന്നെ കുറെ ബിന്ന് വെച്ചിട്ടുണ്ട് ഈ വേസ്റ്റ് ഇടാനായിട്ട്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു ആദ്യം പറയാം. ഒരു കുഞ്ഞ് കൊച്ചുകുട്ടിയാ, ആ കൊച്ചു പോയി ആ ഐസ്ക്രീം തിന്നിട്ട് അതിന്റെ വേസ്റ്റ് കൊണ്ടുപോയി ആ ബിന്നകത്തിട്ടു. കുഞ്ഞുകുട്ടി. ഓക്കെ, അത് ഞാൻ തീർച്ചയായിട്ടും ആ കൊച്ചിന്റെ അടുത്ത് പോയിട്ട് ആ കൊച്ചിന്റെ അടുത്തും പറഞ്ഞു, പേരൻസിന്റെ അടുത്തും പറഞ്ഞു, വെൽ ടോട്ട്, നിങ്ങൾ പഠിപ്പിച്ചാലും ശരി, ഇനി അതിനെ സ്കൂളിൽ പഠിപ്പിച്ചാലും ശരി, ആ കുഞ്ഞ് നാളെ ഒരു നല്ല പൗരനായിട്ട് മാറുന്നുണ്ട്. കാര്യം ഇതിവിടെ ഇടാൻ പാടില്ല എന്നുള്ളത് ഈ കുഞ്ഞു പ്രായത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. റൈറ്റ്. സെയിം വേ വേറൊരിടത്ത് ആദ്യം അമ്മ വലിച്ചെറിഞ്ഞു, കയ്യിലിരുന്ന് തിന്നേന്റെ ബാക്കി അമ്മ ചുട്ടിക്കുട്ടി അവിടെ വഴിയിലോട്ടിട്ടു, വെള്ളത്തിലോട്ടിട്ടു. വീട്ടിലെ വേറൊരാള് അപ്പുറത്ത് കായലായോണ്ട് ഒബിയസ്ലി ഇത് കണ്ട കൊച്ചുങ്ങൾ ഇത് തന്നെയാ ചെയ്തത്. ഒന്നിൽ കൂടുതൽ കുട്ടി ഉണ്ടായിരുന്നു അവരുടെ കൂടെ. ഐ വെന്റ് ടു ദാറ്റ് ഫാമിലി ആൻഡ് ഐ സെഡ്, നിങ്ങൾ ഈ നാട്ടുകാരാണോ? അതെ, ഞങ്ങള് എറണാകുളംകാരാ. വാട്ട് ആർ യു ഡൂയിങ്? അല്ല, അത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഏതായാലും നാളെ അടിച്ചു വരുന്നുണ്ടല്ലോ. ഞാൻ ഇതിപ്പോ ഈ വെള്ളത്തിയിട്ട സാധനോ, അതാര് പോയി അടിച്ചു വരും? ഇത് നമ്മളിവിടെ എന്താ പറയുന്നത്, നമ്മളുടെ രാജ്യമൊക്കെ ഭയങ്കര വൃത്തിയില്ലാത്ത സ്ഥലമാണ്. വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഭംഗിയാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നിങ്ങളെ പോലെ 10 പേര് ചെയ്യുന്നതല്ലേ ഇവിടെ വൃത്തികേടാകുന്നേ. വിദേശത്ത് പോകുമ്പോൾ നിങ്ങളിത് ചെയ്യത്തില്ലല്ലോ, കാരണം നിങ്ങൾക്ക് ഫൈൻ ഉണ്ടാവും. കണ്ണ് തിരിയുന്നിടത്തൊക്കെ പോലീസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയുണ്ട്, നിങ്ങൾ ചെയ്യില്ല. ആ രാജ്യത്തെ നിയമം അതാണ്. ഈ രാജ്യത്ത് നമുക്ക് തന്നിട്ടുള്ള ഫ്രീഡം ആരും നമ്മുടെ പുറകെ അങ്ങനെ തോക്കം കൊണ്ട് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ മിസ്യൂസ് ചെയ്യാണ്. നിങ്ങളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യവും ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് കാണാൻ കുറെ പേര് ഇങ്ങോട്ട് വരും. തീർച്ചയായിട്ടും. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ ഓരോരുത്തരും അറിയാൻ മതി. അത് നമ്മളെ സ്കൂൾ സിസ്റ്റത്തിൽ ചെയ്തു കഴിഞ്ഞാൽ വരും തലമുറ നല്ല ഒരു തലമുറയായിരിക്കും. അതേപോലെ അവര് പേരൻസിനെയും കുറേശ്ശെ കറക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. ഇപ്പൊ ഈ വൃത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കണ്ടതാണ് ഫോർട്ട് കൊച്ചി ബീച്ച് എപ്പോഴും അതേപോലെ ആയിട്ട് കിടക്കുന്നത് തന്നെ. ഏതൊരു വിദേശിയൊക്കെ വന്നിട്ട് അത് ക്ലീൻ ചെയ്യൂന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു. അപ്പൊ വാർത്ത ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും മലയാളികളും ഇത്രയും നല്ല സുന്ദരമായിരുന്നു നമ്മുടെ ബീച്ച്. യഥാർത്ഥത്തിൽ ആ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മൾ എന്ത് വാങ്ങിച്ചോ അതെല്ലാം അവിടെ ഇട്ടിട്ട് പോകുന്നത്. ഇത് സെയിം ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിൽ പോലും
മലയാളികൾ. എന്നാൽ ആരെങ്കിലും ചോദിച്ചാൽ അവരങ്ങനെ ഇടുന്നുണ്ടല്ലോ, അവരങ്ങനെ ഇട്ടു എന്നാ ഞാനും അങ്ങനെ ഇട്ട പിന്നെ എല്ലാരും കണക്കല്ലേ. അല്ല പാട് അന്ന് കരുതിയപ്പോ തൊട്ടടുത്ത ആള് കെണ്ടിച്ചാടി എന്ന് പറഞ്ഞു വരികയാടോ? ഇല്ല. അതെ, എല്ലാം വന്ന് അവനോൻ തീരുമാനിച്ചാൽ മതി. ഇത് വ്യക്തിപരമായിട്ട് അവരവര് തീരുമാനിച്ചാൽ മതി. അത് ഓരോ കുടുംബവും തുടങ്ങുന്നിടത്ത് ഒരു യങ് കപ്പിൾ ദേ ആർ ഗെറ്റിംഗ് മാരിഡ്, ദേ ഷുഡ് ഹാവ് ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാം. അതെ തീർച്ചയായിട്ടും. ഞാൻ ഇങ്ങനെയാണ് അവൾ അങ്ങനെയാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് പകരം നിങ്ങൾക്ക് മ്യൂച്വൽ ആയിട്ട് എടുക്കാവുന്ന ചില തീരുമാനങ്ങളിൽ ഒന്ന് ഇങ്ങനെയാവാം. ഹൗ ക്യാൻ ഐ ബി എ ബെറ്റർ സിറ്റിസൺ? നിവൃത്തിയിലെടുത്തോളം നിയമം ലംഘിക്കാതിരിക്കുക. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആരും ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നിവൃത്തിയിലെടുത്തോളം നിയമം ലംഘിക്കാതിരിക്കുക. അതേപോലെ നിവൃത്തിയിലെടുത്തോളം നമ്മളെ കൊണ്ട് ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറെ പേര് ചിന്തിച്ചു കഴിയുമ്പോൾ എല്ലാം തന്നെ കുറേശ്ശെ ശരിയായി വരും. പെട്ടെന്ന് സ്വിച്ച് ഇട്ട് ലൈറ്റ് കത്തുന്ന പോലെ സംഭവിച്ചില്ലെങ്കിലും മേ ബി ഇൻ ദ സ്പാൻ ഓഫ് 5 years ഇതൊരു പ്രോസസിംഗ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ വന്നു കഴിഞ്ഞു. ഇതേപോലെ തന്നെ നാളെ ചിലപ്പോ ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു ബെറ്റർ നാടായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറ്റപ്പെടുത്തുന്നതിനേക്കാളും ഞാൻ എന്താ ചെയ്തതെന്ന് ചിന്തിച്ചാൽ മതി. അതാണ് ഇവിടെ ചിന്തിക്കാത്തതും അതാണ്. ഞാൻ എന്താ ചെയ്തത് നമ്മൾ ആരും ചിന്തിക്കാറില്ല. നമ്മൾ എന്താ ചെയ്യുന്ന അപ്പുറത്തെ വീട്ടിൽ എന്താ നടന്നത് അതാണ് നമുക്ക് അറിയേണ്ടത്. അതൊരു തെറ്റായ പ്രവണതയാണല്ലോ. അതെ തീർച്ചയായിട്ടും. ഇവിടെ എന്താ നടന്നതെന്ന് നോക്കുക ആദ്യം. അതെ, അവിടെ നോക്കാൻ അതെ കഴിയില്ല, അത് കഴിയില്ല, താല്പര്യവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ചിന്താഗതി മാറണമെങ്കിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മുടെ സിലബസിൽ ഈ പറഞ്ഞ കുറെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഏതൊക്കെയാണ് മാമിന് അങ്ങനെ തോന്നിയിട്ടുള്ളത്? ചിലപ്പം ഇപ്പൊ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ, ഞാൻ ബീങ് എ ക്രിസ്ത്യൻ എനിക്ക് അതിനെ കുറിച്ച് കമന്റ് ചെയ്യാനേ അറിയുള്ളൂ, ബൈബിൾ ക്ലാസ്സസ് ഒരു മസ്റ്റാണ് സ്കൂൾ ലെവലില്. ഓക്കെ, അത് നമ്മുടെ എക്സാംസിലൊന്നും വരുന്നില്ല, സ്കൂൾ തലത്തിൽ അതിനുള്ള പരീക്ഷ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ ആയിട്ട് ബെറ്റർ പേഴ്സൺ ആകാനുള്ള ഒരു രീതി നമ്മുടെ സിലബസിൽ തന്നെ ഉൾപ്പെടുത്തി ഗവൺമെന്റിന് തന്നെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതിന് ഈ പറഞ്ഞ അധികം ടീച്ചറും വേറെ ചെലവൊന്നും വരുന്നില്ല. ഏതെങ്കിലും ഈ പറയുന്ന സോഷ്യൽ സ്റ്റഡീസോ ഏതെങ്കിലും ഒരു ടീച്ചർ, എനിക്കറിയില്ല അത് ഏത് സബ്ജക്റ്റ് ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ളത്, ഏതായാലും സയൻസിലും മാത്സിലും ഒന്നും പറ്റത്തില്ല, ബാക്കിയുള്ള ഏതിലെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ അതിനു വേണ്ടി ആഴ്ചയിൽ 1 hour ഒരു പീരീഡ് മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് ചില അപ്രിസിയേഷൻ സ്കൂൾ അതോറിറ്റീസ് ചെയ്യുന്ന കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ കൊടുക്കുകയാണെങ്കിൽ, സി എവറിബഡി ലൈക്സ് ആൻ അപ്രിസിയേഷൻ, who doesn't like it? നീ A+ മേടിച്ചു അല്ലെങ്കിൽ സ്കൂൾ ടോപ്പർ ആണ് ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ തന്നെ ഇഫ് വി ക്യാൻ ഷോ ദാറ്റ് എ ഗുഡ് സിറ്റിസൺ, നല്ലൊരു കുട്ടി ഇന്ന കാര്യത്തിൽ, അത് ചില പാരാമീറ്റേഴ്സ് വെച്ച് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇത് സ്കൂൾ മാനേജ്മെന്റിന് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനകത്ത് ഗവൺമെന്റിന് ഇടപെടാനൊന്നും ഇല്ല. ഗവൺമെന്റ് ഓർഡർ വരാൻ വേണ്ടി കാത്തിരിക്കണമെന്നില്ല. അതിപ്പോ അവിടുന്ന് ഒരു വിദ്യാഭ്യാസ മന്ത്രി ഓർഡർ ഇട്ടാലേ ചെയ്യുള്ളൂ, നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോ ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ എന്റെ സ്കൂളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമൂഹത്തിന് നല്ല കാര്യമല്ലേ? അവിടെ എനിക്ക് ഒരു അഡീഷണൽ ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. PTA പറയണമെങ്കിൽ പറഞ്ഞോളൂ. ഒരു പേരന്റും അവിടെ നോ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ നീറ്റായിട്ട് വരുന്ന കുട്ടിക്ക് ഒരു ഇത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബുക്ക് നീറ്റായിട്ട് വെക്കുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ പരിസരം നീറ്റായിട്ട്. ഇപ്പൊ എല്ലായിടത്തും ക്യാമറ ഉണ്ട്. ഈ നീറ്റ് ആവുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി കൂടി നീറ്റ് ആവുകയാണ് ശരിക്കും. കൊച്ചു ടെസ്റ്റ് അവർക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ? റോട്ടിൽ ഒരാൾ ആക്സിഡന്റ് വീണു, നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എത്ര പേര് അവിടെ നിർത്തി ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ വേണ്ടി നമ്മൾ സോഷ്യൽ അവയർനെസ്സിന് വേണ്ടി വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതേപോലെ ഇവർക്ക് ഇതുപോലത്തെ തന്നെ ചില മോക്കതൊക്കെ നടത്താവുന്നതേ ഉള്ളൂ. സ്കൂളിൽ ഒരുത്തൻ വീണു, അവനോട് അഭിനയിക്കാൻ പറയാൻ വീണതായിട്ട് എത്ര പേര് ഓടി വന്നു, ഹൗ ഡിഡ് ദേ റിയാക്ട്? Probably that can be a subject for them to teach them. ഇത് അവിടുത്തെ തന്നെ ഒരു കൊച്ചു ഫംഗ്ഷനിൽ അവിടെ വെച്ചിട്ട് സ്കൂളിന്റെ അതോറിറ്റീസ് ഒരു പ്രൈസ് കൊടുക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്യാൻ. നെക്സ്റ്റ് ടൈം എനിക്ക് ആ പ്രൈസ് മേടിക്കണം. സി ഈ പ്രായത്തിൽ, ഒരു കുഞ്ഞു പ്രായത്തിൽ വരുന്ന ഇങ്ങനത്തെ ഹാബിറ്റ്സ് they will develop as a character itself. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളുടെ സിസ്റ്റത്തിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇതിനു വേണ്ടി ഒരു സർക്കാർ ഓർഡറിന് വേണ്ടി കാത്തിരിക്കണമെന്നില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഗവൺമെന്റ് ഓർഡർ വരട്ടെ എന്ന ആൾക്കാർ പറയുമ്പോൾ ഞാൻ why are you waiting for government to react? നിന്റെ വീട്ടിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ ഗവൺമെന്റ് ഓർഡറിന് വേണ്ടി കാത്തിരിക്കോ? ഉടനെ തന്നെ പ്രതികരിക്കില്ലേ? അങ്ങനെ തന്നെ ചിന്തിച്ചാ പോരെ? അതെ. കേരളത്തില് ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ രമേശ് ചെന്നിത്തല ന്യൂസിൽ ഞാനും കണ്ടു.
അതിന്റെ ബേസ് ചെയ്തിട്ട് ഇന്ന് ആംബുലൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു ലഹരിയുടെ കടത്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആംബുലൻസ് ഡ്രൈവറിനെ അതേപോലെ ആംബുലൻസിന്റെ ആൾക്കാരെ അതേപോലെ ഹോസ്പിറ്റൽസിനെ ബോധവൽക്കരിക്കാൻ പോവുകയാണ്. ആക്ച്വലി ഇത് എങ്ങനെയാണ് നടപ്പാക്കുന്നതെന്നൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഈ ബോധവൽക്കരണ ക്ലാസ്സുകളോട് കൂടി നമ്മുടെ ഈ ലഹരി മുക്തമാകുമോ കേരളവും ഭാരതവും? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ആൻസർ ഇത്തിരി പരുഷമാണ്, പക്ഷെ എന്റെ കാഴ്ചപ്പാട് എന്നാ പറയുന്നത്, ഈ ബോധവൽക്കരണം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് വെറുതെ ഒരു ചെറിയ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന പോലെ ഒരു ടോപ്പ് അപ്പ് മാത്രമേ ആകുന്നുള്ളൂ. അതിന്റെ മേലിൽ ഒരു ഗ്ലാമർ സംഭവം ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം കുറെ ബോധവൽക്കരണം ഓരോരുത്തരും നടത്തിയതാണ്. ഇൻ ദ സെൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടന്നിട്ടുണ്ട്, എന്നെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. പല തലങ്ങളിൽ പല രീതിയിൽ ഇപ്പൊ നമ്മളുടെ സർക്കാർ തലത്തിൽ തന്നെ അതിനുവേണ്ടി വിമുക്തിയും എല്ലാം ഉണ്ട്. എല്ലാം എക്സൈസിൽ നിന്ന് കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ധാരാളം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വരവൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ, കൺസംഷനും കുറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് എനിക്കുൾപ്പെടെ മനസ്സിലായി ഈ ബോധവൽക്കരണം കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള മനസ്സിലായി. ബട്ട് വി തിങ്ക് ദാറ്റ് ഒരു ബോധവൽക്കരണം കൊണ്ട് ഒരാളെങ്കിലും നന്നായേ ആയിക്കോട്ടെ, അതുകൊണ്ട് വേണ്ടെന്ന് ഞാൻ പറയില്ല. മേ ബി എനിക്ക് അറിയില്ലായിരുന്നു, അറിഞ്ഞിരുന്നേ ഞാൻ ചെയ്യത്തില്ലായിരുന്നു എന്നുള്ള ഒരു ടോക്ക് നമുക്ക് ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പൊ അറിഞ്ഞുകൊണ്ട് നീ ഇനി നന്നാകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംതിങ് ന്യൂ. ഞാനും വളരെ ഈഗറായിട്ട് ആ ന്യൂസിനെ ഒന്ന് ശ്രദ്ധിച്ചു. വാട്ട് ഈസ് ദ മെത്തഡ് ദി ആർ പ്ലാനിങ് ടു ഇംപ്ലിമെന്റ് എന്നുള്ളത്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു മെത്തഡും പറഞ്ഞു കണ്ടില്ല. ഒരു പക്ഷേ അതൊരു അനൗൺസ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇനി ആയിരിക്കും ഔദ്യോഗിക തലത്തിൽ ചർച്ച ചെയ്ത് ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളൊരു ശ്രമം എടുക്കുന്നത്. എനിക്ക് അടിസ്ഥാനപരമായിട്ട് തോന്നിയിട്ടുള്ളത് 2 things. ഒന്ന്, ഈ അവയർനെസ് നല്ലതാണ്. സെക്കൻഡ്, നമ്മളുടെ ബന്ധങ്ങൾ കുറച്ചുകൂടി ദൃഢമാകാൻ ഏത് തലത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും